വളരെ അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന നല്ല ചിന്തകളുമായി വീണ്ടും നിങ്ങളുടെ അടുക്കൽ എത്തുക. 23-ാം സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെയുണ്ട്: അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ചൂടേറിയ മാനസിക അനുഭവങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കും. വായിച്ചിട്ടില്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യം ശ്രദ്ധിച്ചില്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന് 1-2 ഒക്കെ ഒന്ന് വായിക്കണം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങനെ ബൈബിളിലെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒത്തിരി ആശ്വസിപ്പിക്കും. അത് നല്ല ചിന്തകളുമായി ചേർത്ത് ഒരു മോട്ടിവേഷൻ പ്രീച്ച് പോലെ, അല്ലെങ്കിൽ ഒരു എക്സോട്ടേഷൻ, ഒരു പ്രബോധനം പോലെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആശ്വാസമാണ്. ഞാനിങ്ങനെ ചിന്തിക്കും, ഈ മണ്ണ് കിളച്ച് അതിനകത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർ, നെല്ലും ഗോതമ്പും ബാർലിയും കരിമ്പും മനുഷ്യന് നിത്യോപയോഗ സാധനങ്ങളായ കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം, വൃക്ഷങ്ങൾ ഒക്കെ നടുമ്പോൾ മണ്ണിന്റെ ചങ്ക് പിളർന്ന്, ഈ ഭൂമിയുടെ ചങ്ക് പിളർന്ന് ഇരുമ്പായുധങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങും. പിക്കാസ്, മൺവെട്ടി, കൂന്താലി, വലിയ കമ്പികൾ, ചവിട്ടുമുള്ളുകൾ, JCB പോലുള്ള വാഹനങ്ങൾ കൊണ്ട്, പണ്ടൊക്കെ കാളകൾ അതിനെ കലപ്പയിൽ കെട്ടി നുകക്കുറ്റിയിട്ട് നുകക്കയറിനകത്ത് ബന്ധിച്ച് നുകത്തിൻ്റെ മുൻപിലുള്ള തടിയിൽ അതിൻ്റെ അടിയിൽ നുകം പിന്നെ നഖവും വെച്ച് വയലുകളിലൂടെ ഉഴുതുമറിച്ച് മണ്ണിനെ ചങ്ക് പിളർത്തി കീറി ഇരുമ്പായുധങ്ങൾ ഇറങ്ങുമ്പോഴും നുകത്തിന്റെ നഖങ്ങൾ അതിന്റെ ചങ്കിനകത്തേക്ക് ഇറങ്ങുമ്പോഴും ചിലപ്പോഴൊക്കെ മണ്ണ് കരഞ്ഞിട്ടുണ്ട്. അതാണ് ഉറവകൾ. മണ്ണ് കരഞ്ഞ്, പക്ഷെ ആ കരച്ചിലും കൃഷിക്ക് നല്ലതാണ്. ഒരിക്കൽ പോലും നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പ്രതിഷേധിച്ചിട്ടില്ല. ആ മണ്ണിനകത്തുനിന്ന് വിഭവസമൃദ്ധമായ കൃഷികൾ, ഫലഭൂയിഷ്ടമായ നല്ല അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ, ഇത് ഈ മണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തെ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യമാണ്. അതിനകത്തുനിന്ന് നിങ്ങളോട് ഞാൻ ചിന്ത പറയാം. ചിലരൊക്കെ നമ്മെ ദ്രോഹിച്ചെന്ന് വരാം, മനഃപൂർവമായി അപവാദങ്ങളും അപമാനങ്ങളും നമുക്ക് വരുത്തിയെന്ന് വരാം, നമ്മളെ നിന്ദിച്ചെന്ന് വരാം, നമ്മളെ പരിഹസിച്ചെന്ന് വരാം. നീ ഒരിക്കലും ഇനി ഉയർന്നു വരരുത്, നിന്റെ കുടുംബം നന്നാകരുത് എന്ന് പറഞ്ഞ് നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും നിന്നെയും നിന്റെ കുടുംബത്തെയും വളർന്നു വരുന്ന തലമുറയെ പോലും അപമാനിച്ച്, അങ്ങനെ അപമാനിച്ച് പരസ്യപ്പെടുത്തുവാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. ഫേസ്ബുക്കും യൂട്യൂബും വാട്സാപ്പും ഒക്കെ. അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ
ഒരുപക്ഷെ മുമ്പ് കാലങ്ങളിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പോലും വെളിപ്പെടാതിരുന്ന, ഇപ്പോൾ എനിക്കത് നന്നായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്നോട് പറയാൻ, ആ മണ്ണിനകത്തു നിന്ന് നല്ല ഫലം പുറത്തു വന്നതുപോലെ നമ്മുടെ ചങ്ക് പിളർന്ന് ആയുധങ്ങൾ ചങ്കിനകത്തേക്ക് ഇറങ്ങി വേദനിപ്പിക്കുമ്പോഴും തിരിച്ചു കൊടുക്കുന്ന നല്ല ഫലങ്ങളായിരിക്കാൻ, നന്മകളായിരിക്കാൻ, ചവിട്ടിക്കുഴച്ച് ചക്രത്തിന്മേൽ വെച്ച് കറക്കി മണ്ണിനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ ഉപയുക്തമായ ഒരു പാത്രമായി അത് പുറത്തു വരുന്നത് പോലെ ചിലപ്പോൾ ദൈവം അറിഞ്ഞ് നമ്മളെ ആ ചക്രത്തിൽ വെച്ച് കയറ്റുന്നതായിരിക്കാം. ആ ചക്രത്തിൽ ഇരുന്ന് നമ്മൾ കറങ്ങണമെന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമായിരിക്കാം. നമ്മൾ നല്ലൊരു പാത്രമാകാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു നല്ല വെസലാകാൻ. വാളിന് മൂർച്ച കൂട്ടുവാൻ തീയിലൂടെ കടക്കണം. മൂർച്ച കൂട്ടിയ വാൾ പിന്നെ മിനുസപ്പെടുത്തി എടുക്കുവാൻ അരം പോലെയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഷാർപ്പായ മറ്റു പല ഉപകരണങ്ങളിലൂടെ ആ വാൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അപ്പോഴെല്ലാം ആ വാൾ നാളെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ് അത് ഉണ്ടാക്കുന്ന ആളുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞ പോലെ നമ്മെക്കുറിച്ച് ദൈവത്തിന് ലക്ഷ്യമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ, നിങ്ങളൊരു യൗവനക്കാരനോ ഒരു മധ്യവയസ്കനോ പ്രായമുള്ള ആളാണ്. പക്ഷേ നിങ്ങൾ ഇനി ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് പ്രയോജനമാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ദൈവം ഈ ചക്രങ്ങളിലൂടെ, ഈ ചങ്ക് പിളർക്കുന്ന ആയുധങ്ങളിലൂടെ, ഈ മിനുസപ്പെടുത്തുന്ന പല ഉപകരണങ്ങളുടെ ഇടയിലൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകും. ഞാൻ ഈ കൊച്ചു മെസ്സേജ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം പരിഹസിച്ചാലും, ഏതെല്ലാം വേദനാജനകമായ സംഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും പരിഭവിക്കരുത്, പിറുപിറുക്കരുത്. അതിനെ തിരിച്ച് അതേ നാണയത്തിൽ അതിനോട് പ്രതികരിക്കരുത്. മനസ്സംയമനം പാലിക്കുക, താഴുക, വിനയപ്പെടുക. നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഞാൻ പോലും ഒരുപക്ഷെ ഈ വെളിപ്പാടിലേക്ക് വന്നത് ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചങ്ക് പിളർന്ന ആയുധങ്ങൾ മണ്ണിനകത്തേക്ക് ഇറങ്ങുമ്പോഴും മണ്ണ് തരുന്നത് നമ്മെ ബലപ്പെടുത്തുന്ന കൃഷിഫലങ്ങളായിരിക്കുന്ന പോലെ നമുക്കും നാളെ ഉടനീളകളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ അത് നന്മയ്ക്ക് കാരണമായി തീരാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. ഇവിടെയെല്ലാം ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ഇങ്ങനെ പാക്ക് ചെയ്ത് കവർ ചെയ്ത് നമ്മളെ മുൻപോട്ട് പോകും. ഉറപ്പ്. ഗോഡ് ബ്ലെസ് യു.